അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും ഇരിക്കുന്ന സദസ്സിലേക്ക് പെട്ടെന്നൊരാൾ കയറി വന്നു. ഒരു ദീർഘയാത്രയുടെ ലക്ഷണവും അയാളിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആർക്കും അദ്ദേഹത്തെ അറിയുകയും ഉണ്ടായിരുന്നില്ല. നല്ല വെള്ള വസ്ത്രം, കറുത്ത മുടി, ഒരു അപരിചിതൻ. അദ്ദേഹം നബിയുടെ മുട്ടോട് മുട്ട് ചേർന്നിരുന്ന് തൊടയിൽ കൈവച്ച് നബിയോട് ഇസ്ലാമിനെ കുറിച്ച് ചോദ്യം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും നീ സാക്ഷ്യം വഹിക്കുക. 5 വക്ത് നിസ്കാരം നിലനിർത്തുക. കഴിവുള്ളവൻ കഴിവില്ലാത്തവർക്ക് സക്കാത്ത് നൽകുക. റമളാൻ മാസം നോമ്പ് അനുഷ്ഠിക്കുക. കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യുക. ഇവയാണ് ഇസ്ലാം കാര്യങ്ങൾ. സ്വതക്കത്ത, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ചോദ്യകർത്താവ് ശരിവെച്ചു. സ്വഹാബികളെല്ലാം ആകാംക്ഷയോടെ നിൽക്കുകയുണ്ടായി. രണ്ടാമതായി ചോദ്യം വന്നു, ഈമാൻ കാര്യങ്ങൾ എന്നാൽ എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ മുർസലുകളിലും അവൻ്റെ കിതാബുകളിലും അവസാന നാളിലും ഹൈറും ഷെറുമായ എല്ലാ കാര്യങ്ങളിലും നീ വിശ്വസിക്കുക. ഇവയാണ് ഈമാൻ കാര്യങ്ങൾ. ചോദ്യകർത്താവ് വീണ്ടും ശരിവെച്ചു. മൂന്നാമതായി ചോദിച്ചു, ഇഹ്സാൻ എന്നാൽ എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അവനോട് നീ ആരാധിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ഒരാൾ ചോദിച്ചു, നബിയെ, സ്വർഗത്തിൽ കടക്കാൻ ഞാൻ എന്ത് അമലാണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ ഒരു മുഹ്സിനാവുക. നിന്റെ അയൽവാസികൾ നീ എന്നും ഒരു മുഹ്സിനാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നീ ഒരു മുഹ്സിനാകും. ഇസ്ലാമിൻ്റെ 3 കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ വന്ന ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു ആ ആഗതൻ. ഈ ചരിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? പ്രിയമുള്ളവരെ, ഒരു CCTV ക്യാമറയുടെ മുന്നിൽ എന്തുമാത്രം ഭയന്നിട്ടാകും നാം നിൽക്കുക. കാരണം ആ ക്യാമറ നമ്മെ പകർത്തുന്നു എന്നുള്ള ഭയത്താലാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിലും. നാം ചെയ്യുന്ന ഓരോ തെറ്റുകളും അള്ളാഹു അവിടെ ആ ക്യാമറയിൽ പതിച്ചു വെച്ചിട്ടുണ്ട്. ഈ കഥയിൽ പറഞ്ഞതുപോലെ സൂക്ഷ്മതയോടുകൂടി നാം ജീവിതം മുന്നോട്ട് നയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.